Namaskaram, this is me Adina Chandran and you're watching The Live. എല്ലാവരും കൂടി ലണ്ടനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് വി തോട്ട് ഡോർസെറ്റ് ടേർട്ടിൽ ഡോർ എന്ന് പറഞ്ഞ ഒരു നല്ല ബ്യൂട്ടിഫുൾ ബീച്ച് ഉണ്ട്. സോ അവിടെയും പോകാമെന്ന് വിചാരിച്ച്. സോ നമുക്ക് ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചകളും എല്ലാം കാണിച്ചു തരാം. ടേർട്ടിൽ ഡോറിൽ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇവിടെ സമ്മറിൽ വരുന്നതാണ് ബെസ്റ്റ്, ഇല്ലെങ്കിൽ തണുത്ത് വിറച്ച്. സോ നമ്മൾ കാർക്ക് പാർക്ക് ചെയ്ത് ഇവിടെ റെസ്റ്റ് റൂം ഒക്കെ ഉണ്ട്. റൈറ്റ് ദേർ ലെറ്റ്സ് ഗോ ടു ദി ബീച്ച്. ഒരു ക്ലിഫ് പോലത്തെ സ്ഥലമാണ്. ലുക്ക് അറ്റ് ദി വ്യൂ റൈറ്റ് ദേർ. ഫുള്ള് ഹരിതാപവും പച്ചപ്പാണ്. ഫുള്ള് പച്ചപ്പ്. ഈ പച്ചപ്പെല്ലാം കടന്നതാ. ഇവിടെ ഇതാ കടൽ. ഇത് നമ്മൾ ഇറങ്ങി സ്റ്റെപ്സ് ഇറങ്ങി നമുക്ക് താഴെ ബീച്ചിലേക്ക് പോവാം. സോ കുറച്ച് ട്രെക്കിംഗ് ഉണ്ട്, അത് നമുക്കിപ്പോൾ ചെയ്യാം. ഇവിടെ എല്ലാ സ്ഥലത്തും പാർക്കിങ്ങിന് പേ ചെയ്യണം. സോ ഇവിടെ ദിനേഷ് ഇവിടെ ഉണ്ട്. they have to pay. ഇവിടെ നിന്ന് ഇവർ പേ ചെയ്തിട്ട് they'll come. This is സ്നേഹ അക്ക, ഞങ്ങളുടെ റൂംമേറ്റ്സ് ആണ്. ഹായ് അക്ക. ആൻഡ് ദിസ് ഇസ് തിലക അക്ക. തിലക അക്ക ഇസ് ദിനേഷസ് കസിൻ ഹസൽ, മാമൻ്റെ മോൻ്റെ ഭാര്യ കൂടെയാണ്. ആദ്യമായിട്ടാണ് ഇവരൊക്കെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ എൻ്റെ UK വ്ളോഗ്, എൻ്റെ UK ജീവിതത്തിൽ പുതിയ പുതിയ മനുഷ്യർ, പുതിയ പുതിയ ആൾക്കാർ നിങ്ങൾ ഇനി കാണുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് ഐ എം ഇൻട്രൊഡ്യൂസിങ് ദിസ് ഇസ് തിലകക്ക മേക്സ് ബെസ്റ്റ് ബഡ ബജ്ജി ബോണ്ട ആൻഡ് ദിസ് ഇസ് സ്നേഹക്ക മേക്സ് ബെസ്റ്റ് ഫ്രൈഡ് റൈസ്. വൈഫ് കറക്റ്റ്. സോ ഇവര് ബേസിക്കലി ദേ ആർ ഫ്രം തെലങ്കാന. നമുക്ക് തെലുങ്ക് അറിയില്ലല്ലോ. സോ വി കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. നമ്മളെ വീട്ടിലിപ്പം തെലുങ്ക് ഫുഡ് ഉണ്ടാവും, തമിഴ് ഫുഡ് ഉണ്ടാവും. കേരള ഫുഡ് പിന്നെ ഉണ്ടാക്കാറില്ല എന്നല്ല, അതിനനുസരിച്ച് സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാറില്ല. നമ്മൾ ലണ്ടനിലെല്ലാം പോയിട്ട് വാങ്ങിയിട്ട് വരണം. നമ്മളിവിടെ ഉള്ളത് ശരിയായ ഇംഗ്ലീഷ് കൺട്രി സൈഡിലാണ്. ഇവിടെയുള്ള ഫുഡുകൾ മാത്രം നമുക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ വളമ്പെന്ന് അറിയില്ല. സുഖമോ മൈ ഹസ്ബൻഡ്. ഹായ് ഹസ്ബൻഡ്, മിസ്റ്റർ ദിനേഷ് കുമാർ മാശങ്കർ, ദ ഒഫീഷ്യൽ ഡ്രൈവർ. നല്ല വെതറാണ്. സോ UK ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം റെഡി ആയിട്ട് ഒറ്റ പോക്കാം. ബട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് വെതർ നോക്കി പോകുന്ന പരിപാടി. ഇല്ല ദിനേഷ്, എനിക്ക് അത് പോകണം. അന്നത്തെ വെതർ നോക്ക്, വെതർ ഓക്കെ ആണോ? ആദ്യം എനിക്കിതെല്ലാം ഇവർ പറയാൻ എനിക്കൊന്നും മനസ്സിലായില്ല. വെതർ നോക്കിയിട്ട് പോകുന്നത്. സോ ഇന്നത്തെ വെതർ ഇസ് ഗുഡ്. സോ ടുഡേ ഇസ് എ വെരി ഗുഡ് ബീച്ച്. Look at the view. Wow. ഇവിടെ എല്ലാവരും കുളിയെല്ലാം തുടങ്ങി. എനിക്ക് ഇവിടുന്ന് കുളിക്കണം ഉണ്ടായിരുന്നു. ബട്ട് ഇത് കഴിഞ്ഞുകൊണ്ട് വി ആർ ഗോയിങ് ടു ലണ്ടൻ. സോ നനഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഐ എം നോട്ട് കുളിക്കൽ ടുഡേ. ദിസ് ഇസ് ദി അൾട്ടിമേറ്റ് ടേർട്ടിൽ ഡോർ വ്യൂ. ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടേർട്ടിൽ ഡോർ. ഇതിന് പേര് വന്നത് ഈ ഡോർ പോലത്തെ സ്ഥലം കൊണ്ടാണ്. ആൻഡ് ഹിയർ പീപ്പിൾ ആർ എൻജോയിങ് സമ്മർ. എല്ലാവരും കുളിച്ചുകൊണ്ട് എൻജോയിങ് വ്യൂ. ആൻഡ് ഐ എം എൻജോയിങ് ദിസ് വ്യൂ. ദിസ് ഇസ് മൈ ഫേവറേറ്റ് വ്യൂ. ആൻഡ് ദെൻ നമുക്കിതുപോലത്തെ ക്ലിഫിലേക്ക് പോകാൻ ഇങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി പോകാം. കണ്ടോ ഈ ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്ത് എനിക്ക് കുളിക്കണം എന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഇപ്പോൾ നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നില്ലായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി കുളിച്ചിട്ടുണ്ടാവുന്നില്ല ദിനേഷ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, പ്രൊട്ടക്റ്റഡ് ക്ലിഫ്സ് ആൻഡ് വൈൽഡ് ലൈഫ്, നോ ആക്സസ്, ഡേഞ്ചർ റോക്ക് ഫോൾ. സോ ഇതാണ് വെരി പ്രൊട്ടക്റ്റഡ് പ്ലേസ്, ഹെറിറ്റേജ് സൈറ്റ്. നമ്മളെത്തി ഗൈസ്. Look at the view. മോനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് നേരിട്ട് കാണുമ്പോൾ ഇത്ര ഉണ്ടാവണമെന്നില്ല. ബട്ട് നേരിട്ട് കാണുമ്പോൾ ഇത്ര തന്നെ ഉണ്ട്.
സോ ഗൈസ് അങ്ങനെ നമ്മൾ ഡേർട്ടിൽ ഡോറിൽ അടുത്ത് വന്നിരുന്ന് നോക്കി. ആൻഡ് ഞാൻ അങ്ങനെ വിചാരിച്ചു എന്ത് രസം കുളിക്കണം എന്നല്ല, അത്ര ആഴമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഇറ്റ്സ് റിയലി റിസ്കി എന്ന് തോന്നി. കാരണം ഇവിടെ മണ്ണില്ല, ഇതാണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ ആ വെള്ളം വന്ന് ഇറങ്ങുമ്പോൾ ഒരു വേറെ തന്നെ ഒരു വോയിസ്, ഒരു നോയ്സാണ്. നോയ്സല്ല എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോയ്സാണ്. നമ്മൾ കയറി വരുമ്പോൾ കാല് സ്ലിപ്പായി ഇതിനുള്ളിൽ പൂണ്ട് പോകുന്നു. സോ ബട്ട് ഇറ്റ്സ് നൈസ്. എല്ലാവർക്കും ഇവിടെ നീന്തറിയാം. എനിക്ക് നീന്തറിയില്ല എന്നുള്ള വിചാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നാണക്കേടാണ്. ഇത്ര വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട്. ആവാം ബീച്ചിൽ എത്തുമാതിരി പാൻറ്റ്. ആളിവിടെ ഇരുന്ന് എല്ലാവരും ഡ്രസ്സെല്ലാം നോക്കിയിട്ടും ഡ്രസ്സ് ഇല്ലാത്തല്ല അതും നോക്കിയിട്ടിരിക്കുന്നതാണ്. ഓരെല്ലാം വളച്ച് ഫോട്ടോ എടുക്കുന്ന ഞാളെ സെറ്റിലായി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബ്രെഡിൽ ന്യൂട്ടലൊക്കെ തടവി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇൻ ദിസ് വ്യൂ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇൻ ദിസ് വ്യൂ ഇറ്റ് ഇസ് 5-star ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ദിനേഷ്? പണ്ടാത്തൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മൈ ഡിയർ ഹസ്ബൻഡ് വെള്ളത്തിൽ നീന്താൻ തീരുമാനിച്ചിരിക്കുന്നു. ദിനേഷ് ഇവിടുന്ന് കുളിക്കുന്നുണ്ട്. ബട്ട് ദ വൈബ് വാസ് വണ്ടർഫുൾ. ഇനിയുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കയറി മേലെ എത്തണം എന്നുള്ളതാണ്. വിച്ച് ഇസ് ടാസ്ക്. എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്കാണ് വൈബ് ചെയ്യുന്ന ഹിന്ദി സോങ്ങെല്ലാം ഒച്ചത്തിൽ വെച്ചൊരു ടീമുണ്ടായിരുന്നു. 1-2 ടീമുകൾ. ആൻഡ് ഇപ്പോഴാണ് ടൂറിസ്റ്റുകൾ എത്തുന്നത്. നമ്മളിവിടെ രാവിലെ 9:30 എത്തിന്. സോ ഇഫ് യു കം ഏർലി യു വിൽ ഗെറ്റ് എ ക്വയറ്റ് ബീച്ച്. Bye to this beach. We'll come again. Let's go. തിരിച്ചുള്ള കയറ്റം ഇസ് നോട്ട് സോ ഈസി ആൻഡ് നോട്ട് സോ ടഫ് ആസ് വെൽ. മലക്ക് ശബരിമലക്കൊക്കെ പോയി ശീലമുള്ളവർക്ക് പുഷ്പം പോലെ കയറാം. വാ, ഇതൊക്കെ കുറച്ച് ടഫായിരുന്നു. ബട്ട് ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. സോ നമ്മൾ തിരിച്ച് കയറി. സോ ഫ്രം ഹിയർ വി ഹാവ് ടു ഗോ ടു ലണ്ടൻ. ലണ്ടനിൽ പോയിട്ട് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. സോ വിൽ ഹാവ് സം ലഞ്ച്, ഡിന്നർ. മേ ബി അതിൻ്റെ നടുവിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ വിൽ ഗോ സം അതർ പ്ലേസ്. The lunch was adibally. We had very good Indian food. Hanslolul edo restaurant ആയിരുന്നു. I don't remember the name, but it really was so good. നല്ല ഫുഡ് കഴിച്ചു. And it was the main agenda, of course. And അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. And then we went to this place, Royal Nawab at Wembley for dinner. പുറത്ത് നല്ല സൺസെറ്റൊക്കെ കണ്ടു. ആൻഡ് അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ദേ ഓൾ took pictures and they were all having so good time. And ഈ സ്ഥലത്തുള്ള ഫുഡ് ഓപ്ഷൻസ് I can't even begin. There were hundreds of options and I had so much of food at the lunch, so I was not able to have that much food. എല്ലാം ഇങ്ങനെ നോക്കി കണ്ടു, കുറച്ച് മാത്രം എടുത്ത്. And then our main focus was on the dessert. Nice eating dessert. Fish plate. And this is Sneha's plate. Anna, sponsor of the day. Anna, say hi. Hi. Sponsor. Sponsor ni. Hi. Wah, kedua. Kayak itu. I'm a person who romanticize my life a lot. So എൻ്റെ ലൈഫ് പാർട്സ് ആക്കി തിരിക്കുകയാണെങ്കിൽ I would say this is the third part of my life. So meeting new people and at new places. ഞാൻ വിചാരിക്കും ഇതൊക്കെ എൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളതാണ് എന്നുള്ള പോലെ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ സ്ക്രിപ്റ്റായിട്ടൊക്കെ കണക്കാക്കി. I think like that. So far so good. ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. മറ്റു ദിവസം കാണാം. ബൈ.